മോഹൻലാൽ എന്ന മഹാനടൻ താടിയും മീശയുമെടുത്ത് അഭിനയിച്ച ചിത്രമാണ് ശ്രീകുമാർ സംവിധാനം ചെയ്ത ഒടിയൻ. പിന്നീട് അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും നമ്മൾ കാണുന്നത് താടിക്കാരനായ ലാലേട്ടനെ മാത്രമാണ്. മോഹൻലാലിന്റെ കരിയറിൽ അത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിച്ച ചിത്രമാണ് ഒടിയൻ. ചെറുപ്പക്കാരനായി മാറുന്നതിന് വേണ്ടി മോഹൻലാൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നതും ഈ ചിത്രത്തിന് പിന്നാലെയാണ്. ഒടിയന് ശേഷം മോഹൻലാലിന്റെ മുഖത്ത് ഭാവങ്ങൾ പഴയതുപോലെ പ്രകടമാകുന്നില്ലെന്ന വിമർശനവും ശക്തമായിരുന്നു. എന്ത് തന്നെയായാലും ഒടിയന് ശേഷം ഇന്നുവരെ താടിയെടുത്ത് ഒരു ചിത്രത്തിലും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. ഇത് ഒടിയൻ സംവിധായകനെതിരെയുള്ള രൂക്ഷ വിമർശനത്തിന് കാരണമായി. ഇപ്പോഴിതാ ആ വിമർശനം ഒന്നുകൂടി ശക്തമായിരിക്കുകയാണ്. മോഹൻലാലിനോടൊപ്പമുള്ള പുതിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശ്രീകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണ് വിമർശനങ്ങളുടെ ആധാരം. എന്റെ അടുത്ത സിനിമ മോഹൻലാലിനൊപ്പം എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ കുറിച്ചത്. കമന്റ് ബോക്സിൽ പതിവിന് വിപരീതമായി വിമർശനങ്ങളോടൊപ്പം തന്നെ ആശംസകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. സിനിമയൊക്കെ എടുത്തോ, ഓവർ ഹൈപ്പ് കൊടുത്ത് കുളമാക്കാതിരുന്നാൽ മതി. ഒടിയൻ നല്ലൊരു ചിത്രമായിരുന്നു, അതിന്റെ പരാജയം ഓവർ ഹൈപ്പായിരുന്നു. ആശംസകൾ നേരുന്നു എന്നാണ് അനൂപ് കൃഷ്ണ എന്നയാൾ കമന്റായി കുറിക്കുന്നത്. എന്തായാലും പ്രോജക്റ്റ് ഉറപ്പായ നിലയ്ക്ക് ഒരു അപേക്ഷയുണ്ട്. ഒടിയൻ പോലെ തള്ളരുത്. ഒടിയൻ മോശമായിട്ടല്ല, പക്ഷെ നിങ്ങൾ തള്ളിയതിന്റെ പകുതി പോലും ഒടിയനിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്തായാലും നിങ്ങളെ വിമർശിച്ച എന്നെപ്പോലെയുള്ള ലാൽ ഫാൻസിന് മറുപടി നൽകുന്ന സിനിമയാകണം, മറ്റൊന്നും പറയാനില്ല. പിന്നെ ഇത് പരസ്യമാണെങ്കിൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ആശംസകൾ എന്നൊരാൾ കുറിച്ചു. വിമർശനങ്ങൾക്കും കുറവില്ല. ബെസ്റ്റായി. ഇയാൾ ലാലേട്ടനെ വീണ്ടും ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടപ്പോഴേ തോന്നിയതാണ് ലാലേട്ടന് പണി വരുന്നുണ്ടെന്ന്. ഒരു ഹിറ്റ് കിട്ടിയപ്പോഴേക്കും എല്ലാം കൂടി വീണ്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വരും ഉണ്ണികൃഷ്ണനും മേജർ രവിയേട്ടനും, പിന്നാലെ ഷാജി കൈലാസും. സത്യനന്ദിക്കാൾ നന്മമരം പടം വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാം കൂടി അയാളെ വീണ്ടും നശിപ്പിക്കും. പുതിയ പിള്ളേർക്ക് അവസരം കൊടുത്തു നല്ല ഐറ്റംസ് ഇറക്കി കളിക്കുന്ന മമ്മൂക്കയെ കണ്ടുപഠിക്ക്. ഇവരെയൊക്കെ ആട്ടി ഓടിച്ചു പണിയറിയാവുന്നവർക്ക് കൊടുക്ക് അവസരം. സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്നാണ് ഫെഡറിക് പോൾ എന്നൊരാൾ കുറിച്ചത്. ഓഹോ, ഇതിന്റെ അടിയിൽ വന്നു ഞാൻ പതിവ് പോലെ താങ്കളെ തെറി പറയണമായിരിക്കും. എന്നിട്ട് തനിക്ക് അതിന്റെ പേരിൽ എനിക്കെതിരെ കേസ് കൊടുക്കണം. ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നശിപ്പിച്ച മോഹൻലാൽ ഭാവങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അപേക്ഷയാണ്. പിന്നെ ബാക്കി തരാനുള്ള പൈസ അടുത്ത പടത്തിന് മുമ്പെങ്കിലും തിരിച്ചു തരണം എന്ന് സിനിമാ പ്രവർത്തകൻ കൂടിയായ അഖിൽ വിഷ്ണു കുറിച്ചു.